അധ്യായം 8. തെരുവിലേക്ക്. കുറച്ചുനാൾ മനസ്സു മരവിച്ച അവസ്ഥയായിരുന്നു. ഫെർഡിനൻഡിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ തിരിച്ചുപോയി. ആ വലിയ വീട്ടിൽ താൻ തീർത്തും ഒറ്റപ്പെട്ടുപോയി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് താൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. ഫെർഡിനൻഡ് വീടും പറമ്പും പണയപ്പെടുത്തി ഒരു വലിയ തുക കടം വരുത്തിയിട്ടുണ്ടെന്ന്. കടക്കാർ പല ദിവസങ്ങളായി വീട്ടിൽ വന്നു തുടങ്ങി. തന്റെ നിസ്സഹായാവസ്ഥ അവരോട് തുറന്നു പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. മനുഷ്യത്വത്തിന് പണത്തിന്റെ മുമ്പിൽ ഒരു വിലയുമില്ല എന്ന് മനസ്സിലായി. ആദ്യം മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചു വന്നവരുടെ സ്വഭാവം മാറിത്തുടങ്ങി. അസഭ്യമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. രാത്രിയിൽ കതകിൽ തട്ടി വിളിക്കുന്ന അപരിചിതമായ സ്വരങ്ങൾ. ഭയന്ന് ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾ പലപ്പോഴും അഭയം തേടി തോമാച്ചായനെയും കുടുംബത്തെയും ബുദ്ധിമുട്ടിച്ചു. എത്ര നാൾ അവരെ ബുദ്ധിമുട്ടിക്കും? അവസാനം വീടും പറമ്പും കടക്കാർക്ക് കൊടുത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. മാനുവലും ഭാര്യയും മക്കളും ഇപ്പോൾ അങ്ങ് ദൂരെയാണ്. നല്ലൊരു ഉദ്യോഗം ലഭിച്ച് മാനുവൽ ദൂരേക്ക് പോയി. ഈ ലോകത്ത് ആകെ ആശ്രയമായിരുന്ന മാനുവൽ ആബേലയുടെ ഒരു വിവരവും അറിയുന്നില്ല. തീർത്തും ഒറ്റപ്പെട്ടു പോയി അവൾ. തലചായ്ക്കാൻ ഒരിടമില്ല. എങ്ങോട്ടെന്ന് ആദ്യം നിശ്ചയമില്ലായിരുന്നു. പിന്നീട് മനസ്സിൽ എന്തോ ഉറപ്പിച്ച പോലെ ഒരുപാട് ദൂരം നടന്നു. അവസാനം എത്തേണ്ടിടത്തെത്തി. താൻ ജനിച്ചു വളർന്ന വീട്. ഇപ്പോൾ ഇവിടെ കയറി ചെന്നാൽ അവർ തന്നെ സ്വീകരിക്കുമോ? അതോ രണ്ടാനമ്മ തന്നെ ആട്ടി ഓടിക്കുമോ? അനിയൻകുട്ടൻ ഒരുപാട് വലുതായിട്ടുണ്ടാകും. കാണാൻ കൊതി തോന്നുന്നു.